ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ പറയാൻ പോകുന്നത് ഡയറി ഫാം ഇൻസ്ട്രക്ടറിനെ പറ്റിയിട്ടാണ്. പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി പാക്കേജ് ഉള്ള ഒരു എക്സാമാണ്. എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ്. +1 +2 സയൻസ് പഠിച്ച ഡിഗ്രി ഉള്ള ആർക്ക് വേണമെങ്കിലും ഈ എക്സാമിന് പഠിക്കാം. അതോടൊപ്പം തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു എക്സാമിന്റെ സിലബസ് നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ്. സിലബസിൽ എങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ 20 മാർക്ക് വീതം ഇവിടെ കെമിസ്ട്രി ഉണ്ട്, 20 മാർക്ക് വീതം ഫിസിക്സ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, ബയോളജി ഉണ്ട്. നമുക്ക് ഏതൊരു ഉദ്യോഗാർത്ഥിക്കും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമല്ല അഡ്വാൻസ്ഡ് ആയിട്ടും ചോദിക്കാം. ഓക്കെ, ഇത് മാറ്റി നിർത്തിയാണെങ്കിൽ നമുക്ക് 20 മാർക്കിന് എന്തുണ്ട്? ബേസിക് ഡയറി സയൻസ് ഉണ്ട്. ഒരു പക്ഷേ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം പരിചിതമാവുന്ന ഒന്നാവില്ല ഈ ഒരു ബേസിക് ഡയറി സയൻസ് എന്നുള്ളത്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കുറച്ചെങ്കിലുമൊക്കെ അറിയാനായിട്ട് പറ്റും. ഇപ്പൊ നോക്കുകയാണെങ്കിൽ എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്, ചില ആളുകളൊക്കെ +2 കഴിഞ്ഞു അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞു സയൻസുമായിട്ടുള്ള അത്ര വലിയ ടച്ച് ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് മാത്രമായിരിക്കും അവർക്ക് നോളജ് ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഡയറി ഫാമിനുള്ളത്. അതുപോലെ ഓരോ സബ്ജക്റ്റിന്റെ ഡീപ്പായിട്ട് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ നമുക്ക് ആദ്യം നേരെ ഫിസിക്സിലേക്ക് പോകാം. ഫിസിക്സിൽ ലൈക്ക് +1 +2 NCERT പാഠഭാഗം എങ്ങനെയാണോ അതേ രീതിയിലാണ് ഇതിന്റെ സിലബസ് വരുന്നത്. തുടക്കം തന്നെ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കുകളിൽ കുട്ടികൾ പഠിക്കുന്നുണ്ടാവില്ല ചാപ്റ്റർ, കാരണം അത് ഡിലീറ്റ് ചെയ്തൊരു ചാപ്റ്ററാണ്. ആ ഒരു ഫിസിക്കൽ ഫോഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ, ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഫണ്ടമെന്റൽ ഫോഴ്സസ് പറയുന്നുണ്ട്. ഗ്രാവിറ്റി, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ്, വീക്ക്, ലെയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻസ്, മോഷൻ ഇൻ എ പ്ലെയിൻ. +1 എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഇതിന്റെ ചാപ്റ്ററിന്റെ ഘടന എന്ന് പറയുന്നത്. പിന്നെ ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി, പവർ, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, അവിടെ ഗ്രാവിറ്റേഷൻ ഇല്ല, ലോസ് ഓഫ് മോഷൻ ഉള്ളൂ. പിന്നെ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, ഓസിലേഷൻസ്, അത്രയും ഭാഗങ്ങൾ എന്താണ് +1 NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്താണ്. ഇനി നേരെ +2 NCERT ബുക്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇലക്ട്രിക്കൽ ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽസ് ആൻഡ് കപ്പാസിറ്റൻസ്, കറണ്ട്, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് മാഗ്നറ്റിസം, അതുപോലെ ഇലക്ട്രിക് എഫക്ട്സ് ഓഫ് മാഗ്നറ്റിസം, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, AC കറണ്ട്, റേ ഓപ്റ്റിക്സ് ആൻഡ് വേവ് ഓപ്റ്റിക്സ്, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ, അറ്റോമിക് ന്യൂക്ലിയസ്, സെമി കണ്ടക്ടേഴ്സ്, അങ്ങനെയാണ്. അത് നമ്മുടെ +2 ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് അതിന്റെ ബാക്കി സിലബസും പറയുന്നത്. ഇനി നമ്മൾ നേരെ കെമിസ്ട്രിയിലെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും ആ ഒരു +1 +2 പാറ്റേൺ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഗിബ്സ് എനർജി ചേഞ്ച് ആൻഡ് ഇക്വിലിബ്രിയം, ഓർഗാനിക് കെമിസ്ട്രി പ്രിൻസിപ്പിൾസ്, സൊല്യൂഷൻസ്, അതുപോലെ കെമിക്കൽ കൈനറ്റിക്സ്, ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ്, അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, അങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതും ഉള്ളത്. പിന്നെ ഉറപ്പായിട്ട് ഇത് ബയോമോളിക്യൂൾസ് ഉണ്ട്. ബയോമോളിക്യൂൾസ് 4 മാർക്കിനുണ്ട്, കാരണം ഇതൊരു ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ പരീക്ഷയാണല്ലോ. സോ ബയോ കെമിസ്ട്രിക്ക് നല്ല രീതിയിൽ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ബോട്ടണിയിലേക്ക് വരികയാണെങ്കിലും ആ ഒരു സ്ഥിരം ഏരിയക്ക് തന്നെയാണ് എക്കോസിസ്റ്റം കമ്പോണൻസും, റീപ്രൊഡക്ഷൻ, ഫ്ലവേഴ്സും, അതോടൊപ്പം തന്നെ പ്ലാന്റ് ഫിസിയോളജിയും, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ബയോടെക്നോളജി ഉണ്ട്, ആപ്ലിക്കേഷൻസ് ഓഫ് ബയോടെക്നോളജി ഉണ്ട്, എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് ഉണ്ട്, അനാട്ടമിയോ അങ്ങനെയുള്ള ഫിസിയോളജി റിലേറ്റഡ് ടോപ്പിക്കും എന്തുണ്ട് ഈ ഒരു ബോട്ടണിയിലുണ്ട് കേട്ടോ. ഇനി സുവോളജിയിലേക്ക് നോക്കുകയാണെങ്കിൽ റീപ്രൊഡക്ഷൻ പറയുന്നുണ്ട്, ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ പറയുന്നുണ്ട്, ഹ്യൂമൻ ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയർ പറയുന്നുണ്ട്, സെൽ സ്ട്രക്ചർ പറയുന്നുണ്ട്, ഡൈവേഴ്സിറ്റി ഇൻ ലിവിംഗ് വേൾഡ് പറയുന്നുണ്ട്, എക്കോളജി ഇൻ ലിവിംഗ് വേൾഡ് പറയുന്നുണ്ട്, എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് പറയുന്നുണ്ട്. ഇനി നമ്മൾ മാത്തമാറ്റിക്സിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ ഡയറി ഫാം ഇൻസ്ട്രക്ടറിനും മാത്തമാറ്റിക്സ് അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് ആണെന്ന് നോക്കുകയാണെങ്കിൽ 20 മാർക്ക് മാത്തമാറ്റിക്സിനുണ്ട്. എന്നാൽ വലിയ പാടുള്ള ടോപ്പിക്കുകളൊന്നും അല്ല. സെറ്റ് ഉണ്ട്, ബൈനോമിയൽ തിയറം ഉണ്ട്, അതുപോലെ സീക്വൻസ് ആൻഡ് സീരീസ് ഉണ്ട്, റെഗുലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഉണ്ട്, മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് ഉണ്ട്, പ്രോബബിലിറ്റി ഉണ്ട്, ഡിഫറൻഷ്യലിറ്റി ആൻഡ് കണ്ടിന്യൂബിലിറ്റി ഉണ്ട്. അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള വലിയ രീതിയിലുള്ള കാൽക്കുലസ് ഉണ്ട്, പക്ഷെ വലിയ രീതിയിലുള്ള കാൽക്കുലസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ആ ഒരു മാത്സ് പാടായിട്ടുള്ള ആളുകൾക്കും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സിലബസ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ബേസിക് ഡയറി സയൻസ് നോക്കുകയാണെങ്കിൽ ഡയറി ഡെവലപ്മെന്റ് ആൻഡ് കോഓപ്പറേറ്റീവ് സിസ്റ്റം പറയുന്നുണ്ട്, ഇന്ത്യയിലെ മിൽക്ക് പ്രൊഡക്ഷനെ പറ്റി പറയുന്നുണ്ട്, മിൽക്ക് പ്രോസസിംഗ് ആൻഡ് പ്രിസർവേഷനെ പറ്റി പറയുന്നുണ്ട്, ഡയറി പ്രൊഡക്ട്സ് ടെക്നോളജിയെ പറ്റി പറയുന്നുണ്ട്, ക്വാളിറ്റി കൺട്രോൾ ആൻഡ് സേഫ്റ്റി ഇൻ ഡയറി സിസ്റ്റം പറയുന്നുണ്ട്. ഇത് അഡ്വാൻസ് ലെവൽ ടോപ്പിക് ഒന്നുമല്ല, ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ടോപ്പിക്കുകൾ മാത്രമാണ്, കൂടുതൽ കാട് കയറി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിന്റെ ഈ ഒരു സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയ ഈ ഒരു ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണോ നിങ്ങൾ?
ഒരു കോമ്പറ്റീഷൻ കുറഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമുകൾ നോക്കുകയാണെങ്കിൽ പരമാവധി കോമ്പറ്റീഷൻ ഉള്ള എക്സാമുകളാണ്. പക്ഷേ ഈ ഒരു എക്സാം അത്ര കോമ്പറ്റീഷൻ ഇല്ല ഇത് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ 8590202323 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.